ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിച്ചു വരുന്ന പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ നയിക്കുന്ന ഒരു ട്രെയിനേഴ്സ് ടോക്കിന്റെ ഒരു സീരീസിലാണ് ഇന്ന് നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രെയിനിങ്, കോച്ചിങ്, മെന്ററിങ്, അതേപോലെ തന്നെ കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു കരിയറായിട്ട്, വളരെ പ്രധാനപ്പെട്ട കരിയറുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ മനുഷ്യർ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് അവരെ ഒന്ന് കേൾക്കാനും സമാധാനിപ്പിക്കാനും സമാശ്വസിപ്പിക്കാനും ഒപ്പം തന്നെ നല്ല വഴികളിലൂടെ അവരെ തിരിച്ചുവിടുവാനും അവരെ ഒന്ന് തട്ടിയുണർത്തുവാനും ഇന്ന് ഓരോ മനുഷ്യന്മാർക്കും ഇത്തരത്തിൽ ട്രെയിനറെയോ കോച്ചിനെയോ അതല്ലെങ്കിൽ ഒരു മെന്ററെയോ അതല്ലെങ്കിൽ ഒരു കൗൺസിലറെയോ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ തെരഞ്ഞ മനഃശാസ്ത്ര വിദഗ്ധരെ തെരഞ്ഞതിൽ 3-ാം സ്ഥാനത്ത് കോഴിക്കോടിനെയാണുള്ളത്. ബോംബെ അതിനോടനുബന്ധിച്ച് 1-2 സംസ്ഥാനങ്ങൾ കഴിഞ്ഞ് കേരളത്തിലെ അല്ലെങ്കിൽ സിറ്റികളെ നോക്കുന്ന സമയത്ത് കോഴിക്കോടാണ് 3-ാം സ്ഥാനത്ത്. അപ്പോൾ കൂടുതൽ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലുകളെ ആവശ്യമുണ്ട്. മനസ്സിന് സപ്പോർട്ട് കൊടുക്കുന്ന ആളുകളെ കൂടുതൽ ആവശ്യമുണ്ട്. ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ആളുകളെ കൃത്യമായിട്ട് എംപവർ ചെയ്യുന്ന, ആളുകളെ ഇൻസ്പയർ ചെയ്യുന്ന ആളുകളെ സമൂഹത്തിലേക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമ്മളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള സംഘടനകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവര്, ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവര്, മറ്റു ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇവിടെയെല്ലാം ഒരു നിശ്ചിത കാലയളവിൽ അവിടുത്തെ എംപ്ലോയീസിന് അതല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സിന്, പാർട്ടിസിപ്പൻസിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ആവശ്യമുണ്ട്. ട്രെയിനിങ് കൊടുക്കാറുമുണ്ട് നമ്മൾ അല്ലെ. സംഘടനകളിൽ കൊടുക്കാറില്ലേ? കൊടുക്കാറുണ്ട്. ഈവൻ പൊളിറ്റിക്കൽ സംഘടനകളിൽ പോലും കൃത്യമായിട്ടുള്ള കാലയളവിൽ അവരുടെ മെമ്പേഴ്സിന് കൃത്യമായിട്ടുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട്. കമ്പനികളിൽ കൊടുക്കുന്നുണ്ട്, ടീച്ചർമാർക്കുണ്ട്, സ്റ്റുഡൻസിനുണ്ട്. ഇങ്ങനെ കൃത്യമായിട്ടുള്ള കാലയളവിൽ പരിശീലനം കൊടുക്കുകയും അവരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും അവരെ ഗൈഡ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഓരോ മനുഷ്യർക്കും കൃത്യമായിട്ട് മുന്നേറാൻ സാധിക്കുക. അപ്പൊ അത്തരത്തിൽ നമുക്കൊരു ട്രെയിനർ ആകാൻ സാധിക്കുക, നമുക്കൊരു കോച്ചാവാൻ സാധിക്കുക, നമുക്കൊരു വഴികാട്ടിയാകാൻ സാധിക്കുക എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് തുല്യമാണ്. മറ്റുള്ളവരെ എംപവർ ചെയ്യുക, അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഒരു പാഷൻ നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ നമ്മളുടെ മനസ്സിൽ ഒരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും നല്ലൊരു ട്രെയിനറോ കോച്ചോ ഒക്കെ ആയി മാറാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലേക്ക് പരിവർത്തിക്കാൻ, ട്രാൻസ്ഫോം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അത് കൃത്യമായിട്ട് നമ്മൾ അത്തരം സ്കില്ലുകൾ നമ്മൾ അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അത്തരം ട്രെയിനിങ്ങിലേക്കോ കോച്ചിങ്ങിലേക്കോ മെന്ററിങ്ങിലേക്കോ ഒക്കെ ഇറങ്ങുന്ന സമയത്ത് അത്തരം സ്കില്ലുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് അക്വയർ ചെയ്യുകയും അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. വിംബിൾ അക്കാദമിയുടെ 2 മാസത്തെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ആക്കി അതിലൂടെ വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകൾ എടുക്കുകയും അതോടൊപ്പം തന്നെ അവരിൽ പ്രധാനികളായിട്ടുള്ള ആളുകൾ വിംബിൾ അക്കാദമിയിൽ തന്നെ കോഴ്സുകൾ എടുക്കുന്ന രൂപത്തിലേക്ക് പരിവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു സമൂഹത്തിലേക്കും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവരുടെ മുമ്പിൽ ഒരു അഭിപ്രായം പറയുക, അവരുടെ മുമ്പിൽ ഒരു ആശയം അവതരിപ്പിക്കുക, അവരുടെ മുന്നിൽ ഒരു കോൺസെപ്റ്റിനെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുക, അവരുടെ മുമ്പിൽ നന്നായിട്ട് സംസാരിക്കുക, അവരെ നന്നായിട്ട് കൺവിൻസ് ചെയ്യുക, ഇതൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെയും നമുക്ക് സ്റ്റക്ക് ആവേണ്ടി വരില്ല. ആരോടും നമുക്ക് എന്ത് ചോദിക്കാനുള്ള ഒരു ആത്മവിശ്വാസം നമ്മുടെ കൂടെ ഉണ്ടാകും. അതല്ലെങ്കിൽ നമുക്കൊരു 4 ആള് കൂടുതൽ കൂടെ വേണ്ടി വരും. എന്തെങ്കിലും ഒരാളോട് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ 4 ആള് കൂടെ വേണ്ടി വരും.
അതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സമയത്ത് ഒരാളോട് അഭിപ്രായം തുറന്ന് പറയാനും ഒരാളോട് നോ പറയാനും ഒരാളോട് അത് വേണ്ടാന്ന് പറയാനും ഒക്കെയുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ലഭിക്കുമ്പോഴാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് സ്കില്ലുകളൊക്കെ നമ്മൾ അക്വയർ ചെയ്യുന്നത് ഇനിയുള്ള കാലത്ത് അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞു ഏതൊരു ഇൻഡസ്ട്രി ആയി കഴിഞ്ഞാലും അവിടെ എല്ലാം ട്രെയിനിങ്ങും കോച്ചിങ്ങും മെന്ററിങ്ങും ആവശ്യമാണ്. ഒരു ബിസിനസ് മാൻ ആണ്, അല്ലെങ്കിൽ നമ്മളൊരു ഓൺട്രപ്രണർ ആണ്. നമ്മുടെ സ്റ്റാഫുകളോട്, നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, അവരോട് എങ്ങനെ സംസാരിക്കുന്നു, അവരിലേക്ക് നമ്മളുടെ വിഷനും മിഷനും നമ്മളുടെ കോൺസെപ്റ്റുകളും എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ കൃത്യമായിട്ട് അത്തരം വിഷയങ്ങളെ കുറിച്ച് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ന ഒരു വ്യക്തിയെ നമുക്ക് ബ്രാൻഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മൾ എന്ന ഒരു നമ്മളുടെ വ്യക്തിത്വത്തെ നമുക്ക് ഇങ്ങനെ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു വിഷയം, നമുക്കൊരു വാല്യൂ ഉണ്ട്. ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ ഇപ്പൊ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? നമ്മളിപ്പോ നിലവിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ വിൽക്കുകയാണ്, നമ്മളെ സെയിൽ ചെയ്യാണ്. അങ്ങനെ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര പൈസ കിട്ടും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. 10,000 ആണോ, 15,000 ആണോ, 50,000 ആണോ, എത്രയാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇന്റർവ്യൂവിന് പോയിരിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് ഒരു വില പേശും അല്ലെ. നിങ്ങൾ 10 മണി മുതൽ 5 മണി വരെ എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യൂ, നിങ്ങൾക്ക് ഇത്ര പൈസ തരാം അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഒരു ആശയം, നമ്മളുടെ കപ്പാസിറ്റിക്കാണ് അവർ വിലയിടുന്നത്. നമുക്ക് 5,000 രൂപയാണ് അവർ പറയുന്ന ഒരു മാസത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ 5,000 രൂപയെ നമുക്ക് വിലയുള്ളൂ. അതല്ല 50,000 ആണോ, 50,000 രൂപക്കേ വിലയുള്ളൂ. നമുക്ക് 5 ലക്ഷം രൂപ മേടിക്കാനുള്ള വിലയിലേക്ക് നമ്മളെ എത്തിക്കാൻ പറ്റും അല്ലെ. മണിക്കൂറിന് 2 ലക്ഷം രൂപ മേടിക്കുന്ന ട്രെയിനർമാര് നമ്മളുടെ കേരളത്തിലുണ്ട്. ഒരു മണിക്കൂറിന് 2 ലക്ഷം രൂപ അല്ലെ. അപ്പൊ അവരവിടേക്ക് എങ്ങനെ എത്തി? അവിടേക്ക് അവരങ്ങനെയാണോ ജനിച്ചപ്പോഴേ അങ്ങനെയാണോ വീണത്? അവരുടെ വിലയുമായിട്ട് ഇയാൾ ജനിച്ചപ്പോഴേ 2 മണിക്കൂറിന് 2 ലക്ഷം രൂപ അല്ല, ഒരു മണിക്കൂറിന് 2 ലക്ഷം രൂപ അല്ല. അവരും നേരത്തെ നമ്മളെപ്പോലെ തന്നെ ആയിരുന്നു. അപ്പോ നമ്മളുടെ വില നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ നിരന്തരമായിട്ട് നമ്മുടെ വിലയെ നമ്മൾ ഉയർത്തുമ്പോഴാണ്. നമ്മുടെ വിലയെ നമ്മൾ എങ്ങനെ ഉയർത്താം? നമ്മുടെ വിലയെ നമ്മൾ ഉയർത്തുന്നത് നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെയാണ്. നോളജുകൾ നമ്മൾ അക്വയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു കാലഘട്ടത്തിനനുസരിച്ചിട്ട് അല്ലെ. പണ്ടെപ്പോഴോ പഠിച്ച അതേ അറിവും വെച്ച് നമ്മൾ ഇപ്പോഴും ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആർക്കും ആവശ്യം ഉണ്ടാവില്ല. മറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള കാര്യങ്ങൾ കൂടി നമ്മളുടെ നോളജിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയി മാറുന്നത്. അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറുന്നത്. അപ്പൊ അത്തരത്തിലേക്ക് നമ്മൾ നോളജുകൾ അപ്ഡേറ്റ് ചെയ്യുക, സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്യുക, നമ്മളുടെ ബ്രാൻഡ് വാല്യൂ ഉയർത്തുക, ഇങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ വാല്യൂ നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് പരിശ്രമിക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോ ട്രെയിനേഴ്സിനും കോച്ചുകൾക്കും മെന്റേഴ്സിനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ട്രെയിനേഴ്സ് ടോക്ക് എന്ന് പറയുന്നത്. ഇന്ന് ആറ്റിറ്റ്യൂഡ് ഇസ് എവരിത്തിങ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ ചർച്ചയെ ലീഡ് ചെയ്യുന്നത് ചന്ദ്രൻ KH. ചന്ദ്രൻ സാറാണ്, വടക്കാഞ്ചേരി സ്വദേശിയാണ്. ചന്ദ്രൻ സാറ് ട്രെയിനറാണ്, അതേപോലെ തന്നെ ഒരു ഓൺട്രപ്രണർ ആണ്. അപ്പോൾ ചന്ദ്രൻ സാറാണ് ഇന്നത്തെ ട്രെയിനേഴ്സ് ടോക്കിന്റെ 70ാമത്തെ എപ്പിസോഡിൽ നമ്മളുമായിട്ട് സംവദിക്കുന്നത്. ആറ്റിറ്റ്യൂഡ് ഈസ് എവരിത്തിങ് എന്ന ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചന്ദ്രൻ സാറിനെ വളരെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു സെഷൻ കേൾക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പാർട്ടിസിപ്പൻസിനും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചന്ദ്രൻ സാറെ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ചന്ദ്രൻ സാർ പ്ലീസ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം നിംബിൾ അക്കാദമിയുടെ കീഴിൽ ഇത്തരമൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനും അതിലൂടെ ഇങ്ങനെയൊരു അവസരങ്ങളും കിട്ടിയതിൽ വളരെ സന്തോഷം. ആദ്യമേ നിങ്ങളുമായിട്ട് പങ്കിടുകയാണ്.
അപ്പോൾ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ചന്ദ്രൻ എന്നാണ്. സാറ് പരിചയപ്പെടുത്തിയിരുന്നിരുന്നാലും വടക്കാഞ്ചേരിയാണ് സ്വദേശം. ഈ ഒരു വിംബിൾ അക്കാദമിയുടെ 16ാമത്തെ ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ബാച്ച് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ, ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സ്വജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിലും ബിസിനസ് പരമായിട്ടുള്ള ആശയങ്ങളൊക്കെ പങ്കുവെക്കുന്നതിലൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് കടന്നു വരാനും ഒരുപാട് ആളുകളിലേക്ക് നമുക്കറിയാവുന്ന ഒരു ഇൻഫർമേഷൻ എത്തിക്കാനൊക്കെ കഴിഞ്ഞത് ഈ ഒരു വിംബിൾ അക്കാദമിയുടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ്. അപ്പൊ അതിന് ഫൈസൽ സാറിനോടുള്ള ഒരു അകമഴിഞ്ഞൊരു നന്ദി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് മനോഭാവം എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിലും ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ലൈഫ് ആയിക്കോട്ടെ, നമ്മുടെ സോഷ്യൽ ലൈഫ് ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, നമ്മുടെ മനോഭാവം എന്നുള്ളത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സക്സസിന് ഒരുപാട് ഘടകങ്ങൾ ഒരുങ്ങുമ്പോഴാണ്, നമ്മളൊരു ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ ഒരുപാട് ഘടകങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു ഭക്ഷണം അതീവ രുചികരമാവുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് സക്സസ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതിൽ നമ്മുടെ നോളേജ് വേണം, അതുപോലെ തന്നെ നമുക്ക് സ്കില്ല് വേണം, അതുപോലെ നമ്മുടെ ഹാർഡ് വർക്ക് വേണം. അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. കാരണം ഒരാളുടെ നോളേജിനേക്കാളും അതല്ലെങ്കിൽ സ്കില്ലിനേക്കാളും ഹാർഡ് വർക്കിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് എപ്പോഴും ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. എല്ലാ കാലഘട്ടത്തിലും സക്സസ് ആയിട്ടുള്ള ഏത് വ്യക്തിയെ എടുത്തു നോക്കിയാലും അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണ് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താണ് മനോഭാവം എന്നുള്ളത് നമ്മളിവിടെ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ മനോഭാവത്തെ നിർണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഇന്നിവിടെ സംസാരിക്കും. അതുപോലെ തന്നെ മനോഭാവങ്ങൾ എത്ര തരമുണ്ട് എന്നുള്ളത് ഇവിടെ സംസാരിക്കും. അതുപോലെ തന്നെ അത് എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ഒരു ടോപ്പിക്കിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാണ്. എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലെ? നിങ്ങളുടെ എല്ലാവരുടെയും ഒരു റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഈ ഒരു ക്ലാസ് കൊണ്ടുപോകാം എന്നുള്ളതാണ്. നമ്മൾ ആരും വീഡിയോ ഒന്നും ഓൺ ആക്കിയിട്ടില്ല. പരമാവധി ആളുകൾ കുറച്ച് പേരെങ്കിലും ഒന്ന് വീഡിയോ മോഡിൽ വരികയാണെങ്കിൽ നമ്മൾ ഒരു നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. എല്ലാവരും തിരക്കുകളാവാം, എന്നിരുന്നാലും പറ്റാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ മോഡിൽ വരാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് മനോഭാവം എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ അതല്ലെങ്കിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം ആ ഒരു പ്രശ്നത്തെ കാണുന്ന ഒരു കാഴ്ചപ്പാടിനെയാണ് മനോഭാവം എന്നുള്ള രീതിയിൽ പറയുക. അതായത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഏത് കാര്യത്തിനോടായാലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ്. കാരണം കാര്യം അതല്ലെങ്കിൽ വസ്തുത ഒന്നായിരിക്കും, കാഴ്ച ഒന്നായിരിക്കും, പക്ഷെ കാഴ്ചപ്പാടുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മനോഭാവം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം അല്ലെ? അപ്പൊ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മുടെ മനോഭാവം പോസിറ്റീവ് ആകണം എന്നുള്ളതാണ്. കാരണം ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ആ പ്രശ്നത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് നമ്മുടെ മനോഭാവം ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതാണ് മനോഭാവം എന്താണ് എന്നതിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവം, നെഗറ്റീവ് ആയിട്ടുള്ള മനോഭാവം, ഈ രണ്ട് മനോഭാവങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അല്ലെ? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ നമ്മൾ നോക്കിക്കാണുന്ന രീതി പോസിറ്റീവ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് മനോഭാവം എന്നും, അതല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത് എങ്കിൽ അത് നെഗറ്റീവ് മനോഭാവം എന്ന് നമ്മൾ പറയേണ്ടി വരും അല്ലെ? നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ പകുതി നിറഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ പകുതി വെള്ളമുള്ള ഒരു ക്ലാസ്സിനെ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ കാണാം. പകുതി വെള്ളമുള്ളൂ എന്നും പറയാം, വേണമെങ്കിൽ പകുതി വെള്ളമുണ്ട് എന്നും പറയാം അല്ലെ? ഒരു പാതി അടഞ്ഞ ഡോറ് നമ്മൾ പകുതി തുറന്നൊരു ഡോറാണെന്ന് പറയാം, അതല്ലെങ്കിൽ പാതി അടച്ച ഡോറാണെന്ന് പറയാം. അത് നമ്മൾ ഓരോ വ്യക്തിയുടെയും മനോഭാവത്തിനനുസരിച്ചാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കാനുള്ള ആദ്യത്തെ കാര്യം. അതായത് പോസിറ്റീവ് മനോഭാവവും നെഗറ്റീവ് മനോഭാവവും ഉണ്ട് എന്നുള്ളതാണ്.
ഒരു വ്യക്തിയുടെ മനോഭാവത്തെ നിർണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേതാണ് നമ്മുടെ എൻവയറമെന്റ് എന്ന് പറയാം, നമ്മുടെ സാഹചര്യങ്ങൾ. അത് നമ്മൾ ഇടപഴകുന്ന ആളുകളാവാം, അതുപോലെ തന്നെ നമ്മുടെ TV, അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളാവാം, നമ്മുടെ കൂട്ടുകാരാവാം, നമ്മുടെ ബന്ധുക്കളാകാം, നമ്മുടെ മാതാപിതാക്കളാകാം. ഇതെല്ലാം നമ്മുടെ മനോഭാവത്തെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് എൻവയറമെന്റ് എന്നുള്ളത്. കാരണം ഒരു വ്യക്തിയുടെ സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അതല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച് അദ്ദേഹത്തെ നമ്മൾ വിലയിരുത്തുമ്പോഴാണ് നമ്മുടെ മനോഭാവം രൂപപ്പെടുക. അതുകൊണ്ട് തന്നെ എൻവയറമെന്റ് എന്നുള്ളത് നമ്മുടെ മനോഭാവത്തെ രൂപീകരിക്കുന്ന ഒന്നാമത്തെ ഘടകമാണ് എൻവയറമെന്റ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ എന്നുള്ളത്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന വിദ്യാഭ്യാസം മാത്രമല്ല, നമ്മൾ പഠിച്ചെടുക്കുന്ന എല്ലാ കാര്യവും ഈ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ളൊരു മാനദണ്ഡത്തിൽ വരുന്ന കാര്യമാണ്. നമുക്ക് രണ്ട് രീതിയിൽ എഡ്യൂക്കേഷനെ പറയാമെന്നുള്ളതാണ്. ഒന്ന് നമ്മുടെ പ്രാഥമിക നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാകുന്ന അക്കാദമിക്കലായിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയാം, അല്ലെ. രണ്ട് നമ്മുടെ യൂണിവേഴ്സൽ, ഒന്ന് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, രണ്ട് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ. ഈ രണ്ട് എഡ്യൂക്കേഷനും കൂടിയിട്ടാണ് നമ്മുടെ ഒരു മനോഭാവത്തെ രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് നമ്മുടെ എക്സ്പീരിയൻസ്. അതായത് നമ്മുടെ എൻവയറമെന്റിൽ നിന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷനിൽ നിന്നുമുള്ളതുമെല്ലാം നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ്, അതിനെ നമ്മൾ എങ്ങനെയാണ് ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് എങ്കിൽ നമ്മുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവവും, അതല്ല നെഗറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് ഈ നമ്മുടെ ഈ ഒരു എൻവയറമെന്റ് അതല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷനൊക്കെ നമുക്ക് തരുന്നത് എങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള മനോഭാവം രൂപപ്പെടുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ എന്നുള്ളത്, അല്ലെ. പ്രതീക്ഷകളാണ് ഒരു മനുഷ്യനെ അനുനയിപ്പിക്കുന്നത് അതല്ലെങ്കിൽ കൊണ്ടുപോകുന്നത് എന്ന് പറയേണ്ടി വരും. പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോഴാണ് അതല്ലെങ്കിൽ പ്രതീക്ഷകൾ എത്താതെ വരുമ്പോഴാണ് നമ്മളൊരു മനുഷ്യൻ ഒന്നുകിൽ തളർന്നു പോവുക അതല്ലെങ്കിൽ ആത്മഹത്യയെ കുറിച്ച് വരെ നമ്മൾ ആലോചിക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ നമ്മൾ എത്തുന്നതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു റീസൺ നമ്മുടെ പ്രതീക്ഷകൾ അവസാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രതീക്ഷകൾ നമ്മുടെ ഒരു മനോഭാവത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു മനോഭാവത്തെ രൂപീകരിക്കുന്ന ഘടകങ്ങൾ ഉള്ളത്. അത് നമ്മുടെ ചെറുപ്പം മുതൽ, ഒരു കുട്ടി ജനിച്ചു വീഴുന്നത് മുതൽ നമ്മുടെ മനോഭാവം നമ്മൾ രൂപീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ചെറുപ്പം മുതലേ തന്നെയാണ് ഒരു കുട്ടിയുടെ അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനോഭാവം രൂപപ്പെടുന്നത് ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെയാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ മനോഭാവത്തിന് ഒരു എക്സ്പീരിയൻസ് അതല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പരുന്തിനെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. പലരും നമ്മൾ ടൈഗർ അതല്ലെങ്കിൽ നമ്മുടെ സിംഹത്തിന്റെ ഒക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഞാനൊരു പരുന്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മനോഭാവത്തിന് റിലേറ്റ് ചെയ്യാനായിട്ടൊരു കഥ രൂപത്തിൽ പറയാണ്. ശരിക്കും ഒരു പരുന്തിന്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 70 വയസ്സ് അതല്ലെങ്കിൽ ഒരു 70 വർഷമാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഒരു 35 വർഷമാകുമ്പോഴേക്കും ആ പരുന്തിന് അതിന്റെ കൊക്കുകൾ വളഞ്ഞ് ഇര പിടിക്കാനാകാത്ത വിധം അതിന്റെ കൊക്കുകൾ വളഞ്ഞ് കൂർത്ത ഒരു അവസരത്തിലേക്ക് വരും. അതുപോലെ തന്നെ അതിന്റെ ചിറകിന് ഭാരം കൂടി അതിന് പറക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കാലുകളിലെ നഖം വളഞ്ഞ് ഇര പിടിക്കാനാകാത്ത വിധം അതിനെ മാറ്റപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു ആസന്നമായിട്ടുള്ള ആ ഒരു മരണത്തിൽ നിന്ന് അതിനെ അതിജീവിക്കുന്നത് അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണ് എന്നുള്ളത് പറയേണ്ടി വരും. കാരണം ഈ ഒരു 35 അതല്ലെങ്കിൽ ഒരു 35 വർഷത്തിൽ മരിക്കാൻ തയ്യാറെടുക്കുകയല്ല ശരിക്കും ഒരു പരുന്ത് ചെയ്യുന്നത്. വീണ്ടും അതിന്റെ ഒരു 70 വയസ്സ് വരെയുള്ള അതിന്റെ ആയുസ്സിനെ നീട്ടാൻ വേണ്ടിയിട്ട് പരുന്തെടുക്കുന്ന ഒരു മനോഭാവമുണ്ട്. അത് ദൂരെ മലമുകളിൽ പോയിട്ട് അതിന്റെ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം അതിന്റെ കൊക്കുകൾ അതിന്റെ പാറപ്പുറത്തിട്ട് ഉരച്ച് അതിന്റെ കൊക്കുകൾ പിഴുതെടുക്കുന്നു എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം. പിന്നീട് ഭക്ഷണം പോലും കഴിക്കാതെ ആ കൊക്ക് വരുന്നത് വരെ ആ പരുന്ത് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതിനുശേഷം ആ കൊക്ക് വന്നതിന് ശേഷം അതിന്റെ ചിറകുകൾ ഭാരം കൂടിയ ചിറകുകളെല്ലാം പിഴുതു മാറ്റുന്നു. അതുപോലെ തന്നെ അതിന്റെ കൂർത്ത നഖങ്ങൾ ഇരപിടിക്കാനാകാത്ത നഖങ്ങളെല്ലാം
പിഴുത് മാറ്റുന്നു. വീണ്ടും അതുപോലെ തന്നെ അതിന്റെ പുതിയ നഖങ്ങൾ വരുന്നത് വരെയും പുതിയ ചിറകുകൾ വരുന്നത് വരെയും അത് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. അപ്പൊ ആ ക്ഷമയോട് കൂടിയുള്ള ഒരു കാത്തിരിപ്പും ആ ഒരു ആറ്റിറ്റ്യൂഡുമാണ് 35 വയസ്സിൽ അതല്ലെങ്കിൽ 35 വർഷത്തിൽ മരിക്കാമായിരുന്ന ആ ഒരു പരുന്തിനെ വീണ്ടും അതിന്റെ ആയുസിന്റെ 70 വർഷത്തിലേക്ക് അതിജീവിപ്പിക്കുന്ന ഒരു ആയുസിലേക്ക് എത്തിക്കുന്നത് ആ ഒരു പരുന്തിന്റെ മനോഭാവമാണ് എന്നുള്ളതാണ് ഇവിടെ പറയേണ്ട ഒരു കാര്യം. അപ്പൊ മനോഭാവം എന്നുള്ളത് വ്യക്തികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി ഇവിടെ പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവവും നെഗറ്റീവ് ആയിട്ടുള്ള മനോഭാവവും ഉണ്ട് അല്ലെ. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഒരു എക്സാമ്പിൾ, പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവത്തിന്റെ കുറച്ച് എക്സാമ്പിളുകളാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ആദ്യം അവര് പ്രതിസന്ധിയിലും അവസരത്തെ കാണും എന്നുള്ളതാണ് പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവമുള്ള വ്യക്തികളുടെ ഒന്നാമത്തെ ഒരു പ്രത്യേകത. കാരണം എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും അവര് ആ ഒരു പ്രതിസന്ധിയിൽ എന്തെങ്കിലും ഒരു അവസരത്തെ അവര് കണ്ടെത്താനുള്ള ഒരു മനോഭാവം അവര് രൂപീകരിച്ചിട്ടുണ്ടാവും. ബാക്കിയുള്ള ആളുകളോ ഈ ഒരു മനോഭാവം നെഗറ്റീവ് മനോഭാവം ഉള്ള ഒരാളുകളോ പ്രതിസന്ധിയിലും അതല്ലെങ്കിൽ അവര് അവസരത്തിലും പ്രതിസന്ധി കാണും എന്നുള്ളതാണ്. കാരണം വലിയൊരു അവസരം അവരുടെ ചുറ്റുമുണ്ട്, പക്ഷെ എന്നിരുന്നാലും അതിലും അവർ പ്രശ്നത്തെ കാണും എന്നുള്ളതാണ് ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള ഒന്നാമത്തെ ഒരു വ്യത്യാസം. അതുപോലെ തന്നെ രണ്ടാമത്തെ മനോഭാവമുള്ള ആളുകളുടെ ഒരു പ്രത്യേകത, അവര് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതിനെ സമ്മതിക്കുന്ന ആളുകളായിരിക്കും. മറ്റുള്ളവരാണെങ്കിലോ അത് തെറ്റ് മറ്റുള്ളവരുടെ മേല് അടിച്ചേൽപ്പിക്കാനാണ് ഈ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അതിനാണ് അവർ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഒരാൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് റിലേറ്റ് ചെയ്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു ട്രെയിനിന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് ട്രെയിൻ പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് അവിടെ മനസ്സിലാകണമെങ്കിൽ മൂന്ന് എക്സാമ്പിൾ പറയണം. ഒന്നെങ്കിൽ അദ്ദേഹം വരുന്നതിന് മുമ്പേ ട്രെയിൻ പോയി എന്നുള്ളത് അദ്ദേഹത്തിന് പറയാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് പറയാം, ഞാൻ ലേറ്റ് ആയത് കൊണ്ടാണ് ട്രെയിൻ പോയി എന്ന് പറയാം. അതല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ എനിക്ക് ട്രെയിൻ കിട്ടിയേനെ എന്ന് പറയാം അല്ലെ. എപ്പോഴും അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവമുള്ള വ്യക്തികൾ അദ്ദേഹം ട്രെയിനിനെയോ സമയത്തെയോ അതല്ലെങ്കിൽ അദ്ദേഹം വന്ന ബസ്സിനെയോ കുറ്റപ്പെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ തെറ്റ് അദ്ദേഹം തന്നെ വിലയിരുത്തും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ള ഒരു കാര്യം. അതുകൊണ്ട് തെറ്റ് സമ്മതിക്കുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവം, തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല അല്ലെ. അപ്പൊ മനുഷ്യനായ തെറ്റ് പറ്റുക അതല്ലെങ്കിൽ പൂർണ്ണനായിട്ടുള്ള ഒരു ജീവിയായിട്ട് മനുഷ്യനെ നമുക്ക് ഒരിക്കലും കണക്കാക്കാനായിട്ട് കഴിയില്ല. അപ്പൊ പരിപൂർണനല്ലാത്ത മനുഷ്യനായതുകൊണ്ട് തന്നെ തെറ്റുകൾ പറ്റുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പൊ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് സമ്മതിക്കാനായിട്ട് അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നമ്മൾ ആ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പോസിറ്റീവ് മനോഭാവത്തിനായിട്ട് രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ മൂന്നാമത്തെ, എപ്പോഴും ഒരു സൊല്യൂഷൻ മേക്കേഴ്സ് ആയിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവമുള്ള ആളുകളുടെ ഒരു പ്രത്യേകത. മറ്റുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നത് പ്രോബ്ലത്തെ ആയിരിക്കും അല്ലെ. നമ്മളൊരു പ്രശ്നം ഉണ്ടായി, ഇപ്പൊ കൊറോണ വന്നു അതല്ലെങ്കിൽ അടുത്തൊരു പാൻഡമിക് സിറ്റുവേഷൻ വന്നു എന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു പ്രശ്നത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യമില്ല അല്ലെ. അപ്പൊ നമുക്ക് അതിനെ അതിജീവിക്കാനായിട്ടുള്ള എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്നുള്ളത് എപ്പോഴും ആരായുന്ന, സൊല്യൂഷനെ ഫോക്കസ് ചെയ്യുന്ന ആളുകളാവും എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവമുള്ള വ്യക്തികൾ എന്നുള്ളതാണ് ഇവർ രണ്ടും തമ്മിലുള്ള അടുത്ത ഒരു വ്യത്യാസമായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യമാണ്, അവരെപ്പോഴും ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു വിഷണറി ആയിട്ടുള്ള ഒരു ലീഡേഴ്സ് അതല്ലെങ്കിൽ വിഷണറി തിങ്കിങ് ആയിട്ടുള്ള ആളുകളായിരിക്കും എപ്പോഴും ഒരു പോസിറ്റീവ് തിങ്കിങ് ഉള്ള ആളുകൾ ഉണ്ടാവുക. മറ്റുള്ളവരാണെങ്കിൽ ഒരു നെഗറ്റീവ് മനോഭാവമുള്ള ആളുകളാണെങ്കിൽ കഴിഞ്ഞ കാലത്തെ കുറിച്ച് അതല്ലെങ്കിൽ നഷ്ടപ്പെട്ട സമയത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാകും എന്നുള്ളതാണ്. നഷ്ടപ്പെട്ട സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാനായിട്ട് കഴിയില്ല. നമ്മുടെ വരാനിരിക്കുന്ന സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കാൻ മാത്രമേ നമുക്കാകൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് വർത്തമാന കാലഘട്ടത്തിലാണ്, അതല്ലെങ്കിൽ നാളത്തെ വരും വരായികകൾ നോക്കിയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. എപ്പോഴും യെസ്റ്റർഡേ എന്നുള്ളത് ക്യാൻസൽഡ് ചെക്കാണ് അല്ലെ, ടുഡേ ആണ് എപ്പോഴും റെഡി ക്യാഷ് എന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് അതല്ലെങ്കിൽ അടുത്ത വരാൻ പോകുന്ന കാലഘട്ടത്തിലേക്ക് ഒരു വിഷണറി ആയിട്ടുള്ള ചിന്താഗതിയിലൂടെ
മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലുള്ള അടുത്ത ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികൾ എപ്പോഴും ചിന്തിച്ച് സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും. മറ്റുള്ള നെഗറ്റീവ് മനോഭാവമുള്ള ആളുകളാണെങ്കിൽ സംസാരിച്ചതിന് ശേഷം ആ സംസാരിച്ച വിഷയത്തെ പറ്റി റിഗ്രറ്റ് ചെയ്യുന്ന, അതല്ലെങ്കിൽ അതിനെപ്പറ്റി ആശയക്കുഴപ്പത്തും ഒക്കെ ഉണ്ടാകുന്ന ആളുകളായിരിക്കും എപ്പോഴും ഒരു നെഗറ്റീവ് മനോഭാവമുള്ള ആളുകൾ ഉണ്ടാകുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ റിലേഷനൊക്കെ വിള്ളുന്നതിന്റെ, അതല്ലെങ്കിൽ എല്ലാ ബന്ധങ്ങളും നിശ്ചലമാകുന്നതിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിൽ വരുന്നത് നമ്മുടെ സംസാര രീതി തന്നെയാണ്. നമ്മൾ സംസാരിക്കുന്നതിന് മുൻപേ നമ്മളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഈ ഒരു കാര്യം അവിടെ പറയാതിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ നമ്മൾ ചിന്തിച്ച് സംസാരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളുടെ പ്രത്യേകത എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, മറ്റുള്ളവരുടെ വിജയത്തിലും സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. എല്ലാവരുടെ വിജയത്തിലും, നമ്മുടെ വിജയത്തിലും, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ വിജയത്തിലും എല്ലാം സന്തോഷിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. കാരണം നമ്മുടെ കുട്ടികളൊക്കെ അത് കണ്ട്, അതല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ പരാജയപ്പെടുന്നത് അത് മറ്റുള്ളവർ വിജയിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ഒരു ധാരണ വളരെ തെറ്റായ ഒരു മനോഭാവമാണ്, അല്ലെ? നമ്മൾ നമ്മൾ പരാജയപ്പെടുന്നത് മറ്റുള്ളവർ വിജയിക്കുന്നത് കൊണ്ടാണ്. അതായത് മറ്റുള്ളവർ വിജയിക്കാതിരുന്നാലേ എനിക്ക് വിജയിക്കാൻ കഴിയൂ എന്നുള്ളൊരു മനോഭാവം വളരെ മോശപ്പെട്ട ഒരു മനോഭാവമാണ്. അപ്പോൾ അത്തരം മനോഭാവങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ നീക്കാനുള്ള ശ്രമം ഉണ്ടാകുക എന്നുള്ളതാണ് ഇവിടെ മനോഭാവത്തിലുള്ള അടുത്തൊരു കാര്യം പറയാനുള്ളത്. കാരണം വിജയികൾ എപ്പോഴും നമ്മുടെ വിജയത്തിലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിജയത്തിലും സന്തോഷിക്കുന്നവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയിലാണ് അവർക്ക് വിശ്വാസം. ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികൾക്ക് പ്രവൃത്തിയാണ് അവരുടെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. ബാക്കിയുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികൾ ഭാഗ്യത്തിലാണ് അവർ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഭാഗ്യം എന്നുള്ള ഒരു വേർഡ് ഒറ്റയ്ക്ക് നിലനിൽക്കില്ല എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ എപ്പോഴും ഒരു ഹാർഡ് വർക്ക് എന്നുള്ളതും അതുപോലെ തന്നെ അവസരം പ്രയോജനപ്പെടുത്തുന്ന ഒരു കാര്യവും അതിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ഏതൊരു നമ്മുടെ അവസരത്തെ പ്രയോജനപ്പെടുത്തുകയും അതിലേക്ക് വേണ്ടി നമ്മളിപ്പം ഹാർഡ് വർക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് നമ്മുടെ ഭാഗ്യം എന്നുള്ളത് നമ്മുടെ മുന്നിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ ഹാർഡ് വർക്കും അതുപോലെ തന്നെ അവസരവും ഒരുമിച്ച് ചേരുന്ന, അതല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് സംഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ ഭാഗ്യം ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മളെപ്പോഴും പ്രവൃത്തിയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, അതല്ലാതെ നമ്മൾ ഭാഗ്യത്തിലല്ല എന്നുള്ളതാണ് ഇവിടെ ആറ്റിറ്റ്യൂഡിൽ, പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ പറയാനുള്ള അടുത്തൊരു കാര്യം. ഇനി നമുക്ക് ഇതാണ് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് തമ്മിലുള്ള കുറച്ച് അഭേദ്യമായിട്ടുള്ള കുറച്ച് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ള ഒരു കാര്യം, എങ്ങനെ നമ്മൾ ഏത് ആറ്റിറ്റ്യൂഡിലായിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് മാറാം. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളാണ് നമുക്ക് സ്വജീവിതത്തിലായാലും ബിസിനസ്സിലായാലും ഏത് മേഖല എടുത്ത് നോക്കിയാലും ആറ്റിറ്റ്യൂഡിന്, അതായത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന് വളരെ പ്രസക്തി ഉണ്ട്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് എങ്ങനെ മാറാം, അതല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് എന്തൊക്കെ ചുവടുകൾ വെക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, നമ്മൾ നല്ല കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നല്ല കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സ്വർണം കുഴിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ സ്വർണം ഖനനം ചെയ്യുന്ന ഒരു പ്രക്രിയ കണ്ടിട്ടുണ്ട് അല്ലെ? അതില് ടൺ കണക്കിന് മണ്ണ് അതല്ലെങ്കിൽ പൊടിയൊക്കെ മാറ്റിയതിന് ശേഷമാണ് ചിലപ്പോൾ ഒരു ഔൺസ് സ്വർണം നമുക്ക് കിട്ടുക. അപ്പൊ അവര് ഫോക്കസ് ചെയ്യുന്ന പ്രക്രിയ എന്നുള്ളത് മണ്ണിനെ അല്ല, അല്ലെ? അവര് മണ്ണിനെ ഫോക്കസ് ചെയ്തിരുന്നുവെങ്കിൽ അവിടെ സ്വർണം കിട്ടില്ല, അല്ലെങ്കിൽ സ്വർണത്തിനെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോക്കസ്
നല്ല കാര്യങ്ങളിലേക്ക് ആവുക, അതല്ലെങ്കിൽ നല്ല കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഫോക്കസ് മാറാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് ഉണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഫോക്കസ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള മനോഭാവം രൂപപ്പെടുത്താനുള്ള ഒന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ ഉടനെ പ്രവർത്തിച്ചു തുടങ്ങുക എന്നുള്ളത്. നമ്മളെപ്പോഴും ഒരു കാര്യം നീട്ടിവെക്കുന്നതിന്റെ പിന്നില് രണ്ട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന് നമ്മുടെ പെർഫെക്ഷനിസം, ഒന്ന് നമ്മുടെ പ്രോക്രാസ്റ്റിനേഷൻ, അല്ലെ? പെർഫെക്ഷനിസം എന്നുള്ളൊരു സംഭവം ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മളൊരു ബെസ്റ്റിലേക്ക് എത്താനായിട്ട് നമ്മുടെ ആ ഒരു ശ്രമം മാത്രമാണ്. എപ്പോഴും നമ്മളൊരു പ്രോഗ്രസ് മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. പെർഫെക്ഷൻ എന്നുള്ള ഒരു അവസ്ഥ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യവും ചെയ്യാനായിട്ട് ഉടനെ പ്രവർത്തിച്ചു തുടങ്ങുന്ന ഒരു മനോഭാവം നമ്മൾ രൂപപ്പെടുത്തിയെടുത്താൽ പോസിറ്റീവായിട്ടുള്ള മനോഭാവത്തിലേക്ക് എത്താനുള്ള രണ്ടാമത്തെ കാര്യമാണ് ഉടനെ പ്രവർത്തിച്ചു തുടങ്ങുക. എന്ത് കാര്യമായാലും നീട്ടിവെക്കുന്ന ഒരു കാര്യം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഉടനെ പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് നമ്മൾ നന്ദി ഉണ്ടാവുക എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെ? നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു സാമൂഹ്യ ജീവിയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരെ നമുക്ക് ഒരുപാട് പേര് നമ്മളെ സഹായിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു അവസരത്തിൽ ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തി നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഉള്ള കാര്യങ്ങൾക്ക്, നമ്മളിൽ എന്തെല്ലാം ഉണ്ട് ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ ആദ്യം നന്ദിയുള്ള ഒരു പേഴ്സണായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് മാറാനുള്ള അടുത്ത ഒരു കാര്യം. കാരണം ഒരുപാട് നമുക്ക് നിറവുകളും കുറവുകളും ഉണ്ട്, അല്ലെ? നമ്മുടെ ഉള്ള കാര്യത്തിൽ നന്ദി പറയുമ്പോഴാണ് നമ്മളിലേക്ക് ഇല്ലാത്ത കാര്യങ്ങൾ വരെ നമ്മളിലേക്ക് വന്നു ചേരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉണ്ട്, അല്ലെ? നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് നല്ലൊരു വീടുണ്ട്, അതല്ലെങ്കിൽ ഒരു ജോലിയുണ്ട്, നമ്മളെ നോക്കാനായിട്ട്, അതല്ലെങ്കിൽ നമുക്ക് നല്ല മക്കളുണ്ട്, നമുക്ക് നല്ല അച്ഛനമ്മമാരുണ്ട്. ഇതൊക്കെ നമ്മളിൽ ഉള്ള കാര്യമാണ്. അപ്പൊ അതിന് ആദ്യം നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ് പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ പറയാനുള്ള അടുത്ത ഒരു കാര്യം. അതുപോലെ തന്നെ അടുത്ത കാര്യമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ശ്രമം നമ്മൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പഠനത്തിന് ഒരു അവസാനം ഇല്ല എന്നുള്ളതും, അതുപോലെ തന്നെ അറിവില്ലായ്മ എന്നുള്ളതിന് ഒരു അവസാനം, അല്ലെ? പഠനത്തിന് ഒരിക്കലും ഒരു പരിധി ഉണ്ടോ? പഠനത്തിന് ഒരു പരിധി ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അറിവിന് ഒരു പരിധി ഉണ്ട്, അറിവില്ലായ്മയ്ക്ക് ഒരു പരിധി ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു കാര്യം പഠിക്കുമ്പോഴാണ് ആ ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് കറക്റ്റായിട്ടുള്ള അറിവില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ മാത്രമാണ്. ആ ഒരു കാര്യം പഠിക്കാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുക എപ്പോഴും അദ്ദേഹത്തിന് ഒരുപാട് നോളേജ് ഉണ്ട് എന്ന് അദ്ദേഹം റിയലൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യുക. ഒരു കാര്യം നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങി പഠിക്കുമ്പോഴാണ്. ഇപ്പൊ ഏത് മേഖല എടുത്ത് നോക്കിയാലും, നമ്മൾ ട്രെയിനിങ് ഫീൽഡ് എടുത്ത് നോക്കിയാലും, ഒരു ട്രെയിനിങ് ഫീൽഡിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ആ ഒരു മേഖലയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ഒരുപാട് ഇന്നോവേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മൾ ഒരാളെ എൻഗേജ് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ആ കാര്യം പഠിച്ചു തുടങ്ങുമ്പോഴാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ശ്രമം നമ്മൾ തുടരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ പഠനവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ റീലേൺ ചെയ്യേണ്ടി വരും, അല്ലെ? റീലേൺ ചെയ്യേണ്ടി വരും, പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വെർട്ടിക്കൽ ലേണിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ്. ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടാനുണ്ട്. ഹൊറിസോണ്ടൽ ലേണിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപാട് നമുക്ക് പരന്ന അറിവുകൾ നമുക്ക് കിട്ടിയിട്ട് കാര്യം, നമ്മൾ ഏതാണ് നമ്മുടെ ലക്ഷ്യം, അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ നവീകരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാനുള്ള അടുത്തൊരു കാര്യം പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ്.
നമുക്കൊരു സെൽഫ് റെസ്പെക്ട് അതല്ലെങ്കിൽ ഒരു ആത്മാഭിമാനമൊക്കെ തോന്നണമെങ്കിൽ എന്ത് വേണം? നമ്മളിൽ എന്തുണ്ട് അതല്ലെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മളെ സ്വന്തമായിട്ട് നമ്മൾ റെസ്പെക്ട് ചെയ്യുള്ളൂ, അല്ലെ? അപ്പൊ അതിനെന്ത് വേണം? അത് നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുക, എന്തെങ്കിലും പുതിയ സ്കില്ലുകൾ പഠിക്കുക, പുതിയ ഭാഷകൾ പഠിക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും കഴിവുകൾ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും കഴിവുകൾ ഉണ്ട് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. ഇവിടെ ഫൈസൽ സാറും തുടക്കത്തിൽ തന്നെ എന്ത് പറഞ്ഞു? നമ്മളൊരു സംസാര കല അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ പഠിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം എത്ര കണ്ട് വലുതാണ് എന്നുള്ളത്, അല്ലെ? അപ്പൊ ആ ഒരു സ്കില്ലൊക്കെ പഠിക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മളൊരു പൊതുവേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കുറെ ആളുകൾ നമ്മുടെ ചുറ്റിലും ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് പ്രാവർത്തിക പദത്തിലേക്ക് എത്തിക്കാനുമുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുമ്പോഴൊക്കെ നമ്മളൊരു ആത്മാഭിമാനം അവിടെ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക, അതുപോലെ തന്നെ ആത്മാഭിമാനം വളർത്താനുള്ള എന്തെങ്കിലും ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആത്മാഭിമാനം വളർത്താനൊക്കെ നമ്മൾ വാക്ക് പാലിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ ആത്മാഭിമാനം നമുക്ക് വളർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലുള്ള അടുത്തൊരു കാര്യം പറയാനുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യമാണ് നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയറമെന്റ്, അല്ലെ? നമ്മുടെ ചുറ്റുമുള്ള ഒരു ആളുകളുടെ ഒരു ഏവറേജ് ആണ് നമ്മൾ എന്ന് എപ്പോഴും നമ്മൾ പറയേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ എക്സ്പീരിയൻസിനെ നമുക്ക് തിരുത്താനായിട്ട് കഴിയില്ല, അല്ലെ? അത് കഴിഞ്ഞു പോയി. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ കാലഘട്ടം അതല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ, അതിലേക്കൊന്നും നമുക്കിനി തിരിഞ്ഞു പോകാനായിട്ട് കഴിയില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ എൻവയറമെന്റ് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കൊപ്പം നമ്മൾ സഹകരിക്കുക, അതല്ലെങ്കിൽ അവരോടൊപ്പം നമ്മളെ ഏത് മേഖലയിലാണോ ശോഭിക്കേണ്ടത് ആ മേഖലയിലുള്ള ആളുകളായിട്ട് നമ്മൾ നിരന്തരം നമ്മുടെ പ്രവർത്തന പദ്ധതികൾ അവരായിട്ട് ഇടപഴകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മളൊരു ട്രെയിനർ ആകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ട്രെയിനേഴ്സ് ക്ലബ്ബ് അതല്ലെങ്കിൽ ട്രെയിനിങ് മേഖലയിലുള്ള ആളുകളായിട്ട് നമ്മൾ ബന്ധപ്പെടുക എന്നുള്ളതാണ്. അതല്ല നമ്മുടെ ഒരു നെഗറ്റീവ് ആളുകളായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപഴകുന്നത് എങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കൂട്ടായ്മയിലേക്ക് അതല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ എൻവയറമെന്റ് പോസിറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ എപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കൂട്ടായ്മ നമ്മളവിടെ ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിട്ട് മാറുകയാണെന്നുള്ളതാണ്. അടുത്ത ഒരു കാര്യമാണ് നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ആറ്റിറ്റ്യൂഡിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യാനായിട്ട് മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? ആ കാര്യത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു കാര്യം നമ്മൾ അത്രയും തീവ്രതയോടുകൂടി ചെയ്യുമ്പോഴാണ് ആ കാര്യത്തിന് റിസൾട്ട് കൂടി ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം വെറുതെ അത് ചെയ്യണമല്ലോ എന്നുള്ളൊരു ധാരണ വെച്ച് ചെയ്യുന്നതും ആ കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ ഏറ്റവും അവസാനത്തെ നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാനായിട്ട് ചെയ്യേണ്ടതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ് ആണ് നല്ല പ്രവൃത്തിയോട് കൂടിയിട്ട് നല്ല ചിന്തകളോട് കൂടിയിട്ട് നമ്മുടെ ഒരു ദിവസത്തെ സമാരംഭം കുറിക്കാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. നമ്മൾ രാവിലെ എണീറ്റതിന് ശേഷം നമുക്കൊരു മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ നന്ദി പറയുക എന്നുള്ള ഒരു കാര്യം ചെയ്യാം. അതൊക്കെ നമ്മളൊരു പോസിറ്റീവായിട്ട് നമുക്ക് നല്ല പ്രവൃത്തിയോട് കൂടിയിട്ട് ഒരു ദിവസത്തെ വരവേൽക്കാനായിട്ട് കഴിയണം എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് എത്താനുള്ള അടുത്ത ഒരു വഴി എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എപ്പോഴും നമ്മളൊരു നോളേജിന് നമ്മൾ ഒരു ഇംഗ്ലീഷ് ലെറ്ററിൽ എക്ക് 1 അതുപോലെ തന്നെ ബിക്ക് 2 എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കുമ്പോൾ ആറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു വാക്ക് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിൽ ടോട്ടലി കിട്ടുന്ന ഒരു നമ്പറാണ് 100 എന്നുള്ളത്. പലപ്പോഴും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ നോളേജിന് കിട്ടുന്നത് 96 സ്കില്ലിന് കിട്ടുന്നത് 82 ഹാർഡ് വർക്കിന് കിട്ടുന്നത് 98 അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു യാദൃശ്ചികതയാണ്. എന്നിരുന്നാലും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു നോളേജിനേക്കാളും അതല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിനേക്കാളും ഹാർഡ് വർക്കിനേക്കാളും നമ്മൾ മുൻപന്തിയിലേക്ക് സക്സസിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുന്ന ഘടകം എന്നുള്ളത്
നമ്മുടെ ഹാർഡ് വർക്ക് ആണ് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഒരു പരുന്തിന്റെ കഥയിലൂടെ തന്നെ ആ ഒരു കഥ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ആയുസ്, അതല്ലെങ്കിൽ നമ്മൾ എത്ര കാലം നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളതല്ല ഏറ്റവും പ്രധാനം. നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തു എന്നുള്ളത് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതാണ് എന്നുള്ളതാണ്. ഒരു പെൻസിലിന്റെ കഥ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മളൊരു പെൻസിൽ ഒരു ആക്ടിറ്റ്യൂഡായിട്ട് ബന്ധിപ്പിക്കുകയാണ്. നമ്മളൊരു പെൻസിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെ. നമ്മളൊരു പെൻസിൽ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ആ പെൻസിലിന്റെ ഉള്ളില് ഗ്രാഫൈറ്റ് എന്നുള്ളൊരു കാര്യം വേണം അല്ലെ. എത്ര നല്ല പെൻസിലാണെങ്കിലും ആ പെൻസിലിന്റെ ഉള്ളില് ഗ്രാഫൈറ്റ് എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതാനും ഒക്കെ കഴിയുന്നത്. എന്താണ്? ആ പെൻസിലിന്റെ ഉള്ളില് ഗ്രാഫൈറ്റ് എന്നുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനോഭാവം എന്നുള്ളത്. നമ്മുടെ ജീവിതമാകുന്ന പുസ്തകത്തില് നല്ല ചിത്രങ്ങൾ വരയ്ക്കാനും നല്ല കാര്യങ്ങൾ എഴുതാനും ഒക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു കാര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു പെൻസിൽ കൊണ്ട് എത്ര നമ്മൾ എഴുതിയിട്ട് റബ്ബർ കൊണ്ട് മായ്ച്ചാലും ചെറിയ ചെറിയ പാടുകൾ അതിൽ അവശേഷിക്കുന്നതായിട്ട് നമ്മൾ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ നാളെ ഇവിടെ നിന്ന് വിട്ടുപോയാൽ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കാൽപ്പാടുകൾ ബാക്കി വെക്കാനായിട്ട് എന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും കഴിയണം. അപ്പോൾ അതിന് ഏറ്റവും ആപ്റ്റായിട്ട് വഴി എന്നുള്ളത് നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും കഴിയണം. അതുപോലെ തന്നെ അതിലൂടെ ഒരുപാട് സ്വജീവിതത്തിലായാലും ബിസിനസ്സിലായാലും നമ്മുടെ ചുറ്റുപാടിലായാലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഒരു ചെറിയൊരു സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലും കമന്റോ പറയാനുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ഫൈസൽ സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച് ചന്ദ്രൻ സാർ. വളരെ സന്തോഷം. ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സെഷനാണ് നമ്മളിവിടെ പിന്നെ പൂർത്തിയാക്കുന്നത്. വളരെ നന്നായി തന്നെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അതിൽ നമ്മൾ സ്വീകരിക്കേണ്ട വഴികൾ എന്താണ്, നമ്മൾ എങ്ങനെയായിരിക്കണം, അത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇനി അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക, നമ്മുടെ ആറ്റിറ്റ്യൂഡിന് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത്. നമ്മുടെ സാഹചര്യങ്ങളോട്, എൻവയൺമെന്റിനോട്, ആളുകളോട്, നമ്മളുടെ ജോലിയോട്, നമ്മുടെ ഫാമിലിയോട്, നമ്മുടെ വ്യക്തിത്വത്തോട് ഒക്കെ നമ്മൾ ഏത് രീതിയിലാണ്, നമ്മുടെ മനോഭാവങ്ങൾ എങ്ങനെയാണ്, ഒരു മാർക്കിട്ട് നോക്കുക. ക്ലാസ്സുകൾ നമ്മളിങ്ങനെ പലതും കേൾക്കാറുണ്ട്, ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഇപ്പോൾ കൂടുതലാണ്. ഓരോ ദിവസവും ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് കഴിഞ്ഞാൽ പിന്നെ ലീഡർഷിപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓവർഫ്ലോ ആണ് സത്യത്തിൽ. അപ്പൊ കിട്ടിയതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അല്ലെ? ഇപ്പൊ ആറ്റിറ്റ്യൂഡ് കിട്ടി. അപ്പൊ ആറ്റിറ്റ്യൂഡിൽ നമ്മൾക്ക് എന്താണ്, നമ്മുടെ മാർക്ക് എത്രയാണ്? ഞാൻ നേരത്തെ നമ്മുടെ വിലനെ കുറിച്ച് പറഞ്ഞല്ലോ ഫസ്റ്റില്. അപ്പൊ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് എത്ര മാർക്ക് ഉണ്ട് ശരിക്കും എന്ന് നമ്മളൊന്ന് നോക്കുക. എന്നിട്ട് അതിനെ നമ്മൾ പരമാവധി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മളുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നിടത്ത് നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യനായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കും തോറും നമുക്ക് കണക്ഷൻസ് കൂടി വരും. നമ്മൾ മോശമാവും തോറും നമുക്ക് കണക്ഷൻസ് കുറയും അല്ലെ? നമ്മൾ വരുമ്പോഴേക്കും ആളുകൾ ഇന്ന ആള് വരുന്നുണ്ട് വിട്ടോളാൻ പറയും. അതല്ല, ഇന്ന ആള് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു നിമിഷമുണ്ട്. നമ്മൾ ചില വീടുകളിലേക്ക് പോകുമ്പോൾ രണ്ട് റെസ്പോൺസാ കിട്ടുക. ദേ അവൻ വരുന്നുണ്ട് എന്ന് പറയും. മറ്റൊന്ന് അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ല. രണ്ട് റെസ്പോൺസ് ആണ്. നമ്മളുടെ കോള് വരുന്ന സമയത്ത് ഇയാള് വിളിക്കുന്നുണ്ടല്ലോ, വീണ്ടും വീണ്ടും വിളിക്കണ്ട ഇയാള് അല്ല. എന്നാൽ ചില ആളുകൾ വിളിക്കുമ്പോ ഓപ്പോസിറ്റ് റെസ്പോൺസ് ആണ്. അപ്പോ നമ്മളെ ഒന്ന് ശരിപ്പെടുത്താനുണ്ട് ശരിക്ക്. നമ്മൾ മറ്റുള്ളവരെ ശരിയാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ശരിയാകുമ്പോൾ, നമ്മൾ നന്നാകുമ്പോൾ, നമ്മൾ മെച്ചപ്പെടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സ്വാർത്ഥത ഉണ്ടാവണം, നമ്മൾ നന്നാവണം എന്നുള്ളത്. സ്വാർത്ഥത എന്നുള്ളത് ശരിക്കും നമ്മളൊരു വിപരീത ഫലത്തിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. എൻ്റേത് എന്ന് പറയുന്ന പോലെ.
അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നന്നാവണം എന്നൊരു സ്വാർത്ഥത ഉണ്ടല്ലോ. എനിക്ക് നന്നാവണം, എനിക്ക് ഉഷാറാവണം, എനിക്ക് എന്റെ വ്യക്തിത്വത്തെ നന്നാക്കണം എന്നത് അത് ആ ഒരു സ്വാർത്ഥത കുഴപ്പമില്ല. മറിച്ച് അതിലേക്ക് ഒന്ന് നമുക്ക് ഫോക്കസ് ചെയ്യാം. അങ്ങനെ ഫോക്കസ് ചെയ്ത് നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊന്ന് ശരിപ്പെടുത്താൻ നമ്മളൊന്നൊരു സമയം ഒന്ന് മെനക്കെടുന്നതോടൊപ്പം തന്നെ നമ്മൾ ശരിയാകുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ കൂടി ശരിയാവും എന്നുള്ളതാണ്. ഞാൻ നന്നാവുമ്പോൾ എന്റെ മക്കള് നന്നാവും, അല്ലെ? ഞാൻ എന്റെ പിന്നെ ഷൗട്ടിങ് നിർത്തുമ്പോൾ എന്റെ മക്കള് നന്നാകും. ഞാൻ നന്നായി പെരുമാറുമ്പോൾ, ഞാൻ കളവ് പറയാതിരിക്കുമ്പോൾ, അല്ലെ, ഞാൻ എന്റെ ശീലങ്ങളെ നന്നാക്കുമ്പോൾ, ഞാൻ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ, ഒബിയസ്ലി എന്റെ കൂടെയുള്ള സറൗണ്ടിങ്ങുകളും നന്നാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ എന്നെ നന്നാക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നിടത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മൾ കൗൺസിലർ ആകാം, സൈക്കോളജിസ്റ്റ് ആകാം, ടീച്ചർ ആകാം, ട്രെയിനർ ആകാം, എന്തോ ആയിക്കോട്ടെ. ബട്ട് ഒരു മനുഷ്യനാകുക, ഒരു ഹ്യൂമൻ ബീയിങ് ആവുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മളുടെ ചുറ്റുമുള്ള ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമ്മളുടെ വ്യക്തിത്വത്തിലൂടെ പറ്റണം. കുറെ ഉപദേശിക്കാനും കുറെ ക്ലാസ്സുകൾ എടുക്കാനൊക്കെ പറ്റുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മളെ ജീവിതം കൊണ്ട്, നമ്മുടെ വാല്യൂസ് കൊണ്ട്, നമ്മളുടെ വാക്കുകൾ കൊണ്ട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുക. നമ്മളുടെ ഒരു വരവ് കൊണ്ട്, അല്ലെ, നമ്മളുടെ ഒരു സാന്നിധ്യം കൊണ്ട്, അതാണ് കരിസ്മാറ്റിക് പവർ എന്നൊക്കെ നമ്മൾ പറയും. ചില ആളുകളൊന്ന് നോക്കിയാൽ മാത്രം മതി, അല്ലെ? നമ്മൾ ചിലപ്പോൾ കുറേ ആര് പറഞ്ഞിട്ടും കേൾക്കാത്തൊരു സംഭവം ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്നിട്ട് നീ എന്തത് ചെയ്യാതെ നിനക്കത് ചെയ്തു തുടങ്ങിക്കൂടെ എന്നൊരൊറ്റ വാക്ക് മതി, പിറ്റേ ദിവസം നമ്മൾ നന്നാവും, അല്ലെ? അതൊരു പവറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരാളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടക്കുക എന്ന് പറയുന്നത് അത് ഒരുപാട് ഫിൽറ്ററിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരാൾ ഉള്ളിലേക്ക് കടത്തുക. നമ്മൾ ഈ സെൻസറി മെമ്മറി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മളൊരു ദിവസം എത്രയോ ആളുകളെ നമ്മളൊരു ദിവസം കാണുന്നുണ്ട്, അല്ലെ? ഒരു ദിവസം നമ്മൾ എത്രയോ ആളുകളെ കാണുന്നുണ്ട്. ഈ എല്ലാവരെയും നമ്മൾ ഉള്ളിലേക്ക് എടുക്കാറില്ല, മറിച്ച് കുറച്ച് ആളുകളെ മാത്രം നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കടത്തുക. ചില ആളുകൾ മാത്രം പറയുമ്പോൾ അതിനൊരു വല്ലാത്തൊരു എനർജി. അവരുടെ ആ വാക്കുകൾക്കൊരു പവർ ഉണ്ട്. അത് ശരിക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് ടച്ച് ചെയ്യുന്നുണ്ട്, തട്ടുന്നുണ്ട്. ആ എനർജി നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു വ്യക്തിപ്രഭാവം എന്നൊക്കെ നമ്മൾ പറയും. ഒരു വ്യക്തിക്ക് ശരിക്കൊരു പ്രഭാവം ഉണ്ട്, നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ ചിരിക്കുമ്പോ ശരിക്കൊരു റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ ഒരു എനർജി പാസ് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല. അപ്പൊ നമ്മുടെ സംസാരത്തിലൂടെ ഒരു എനർജി പാസിംഗ് ഉണ്ട്. അതെ, യെസ്. അപ്പോ ഇതേ രൂപത്തിലുള്ള ആളുകളായിട്ട് നമുക്ക് മാറാൻ പറ്റുക എന്നുള്ളത്, അപ്പോ അത് എല്ലാ മേഖലകളിലും നമുക്ക് ഉപകരിക്കും, അല്ലെ? നമ്മള് പിന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ഇടപെടൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ അത് ഏറ്റെടുക്കാൻ കാരണമാകും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ വ്യക്തിത്വത്തെ പരിപോഷിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നല്ലൊരു സെഷനായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ഈ ഒരു സെഷനുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയാം, ഫീഡ്ബാക്ക് പറയാം, അതിലേക്ക് ചേർത്തി പറയാം, നിങ്ങളുടെ എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ മൈക്ക് ബാക്കിയുള്ളവർക്ക് റിലീസ് ചെയ്യുന്നു. ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാം. ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് മൈൻഡ് അത് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകൾക്ക് കൗൺസിലർമാർ എന്നുള്ള നിലക്ക് എന്താണ് അവർക്ക് ചെയ്യാം? അതില് വേറെ എന്താണ് അതിനുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണ് ചെയ്യുക? തെറാപ്പി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമോ? എങ്ങനെയാണ്? ചന്ദ്ര സാർ പറയുന്നുണ്ടോ? തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട് ഫൈസൽ സാർ പറഞ്ഞോളൂ. ഓക്കെ. അല്ല, ഇത് ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകൾക്ക് അതിപ്പോ ഓരോ കൗൺസിലിങ്ങിലേക്ക് വരുന്ന സമയത്ത് അവരുടെ പ്രയാസവും പ്രതിസന്ധിയും നമ്മൾ മനസ്സിലാക്കിയിട്ട്
ആണ് നമ്മൾ തെറാപ്പികൾ നമ്മൾ കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നമ്മുടെ അടുത്ത് വന്നു, അയാൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒബിയസ്ലി അദ്ദേഹത്തിന് കൊടുക്കാം. അതിനാവശ്യമായിട്ടുള്ള ആക്ടിവിറ്റികൾ നമുക്ക് കൊടുക്കാം, വർക്ക്ഷീറ്റുകൾ കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡുകൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാം. അതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതിനുള്ള ഒരു പിന്നെ രീതിയിലേക്ക്, അത് കൗൺസിലർ തന്നെ വേണമെന്നില്ല. ആറ്റിറ്റ്യൂഡിലൊക്കെ കൗൺസിലർ ഒന്നും വേണമെന്നില്ല. അവിടെ നമുക്കൊരു കോച്ചോ മെന്ററോ ഒക്കെ അത്രയൊക്കെ മതിയാവും. അത് പിന്നെ അദ്ദേഹത്തിന് ആ രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും ഗൈഡ് ചെയ്യാനും ഒക്കെ അത് മതിയാവും. കുറച്ചുകൂടി പ്രയാസകരമായ സിറ്റുവേഷനിലേക്കൊക്കെ പോകുമ്പോൾ മാത്രമേ ഒരു കൗൺസിലർ അടുത്ത് പോകേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം. ഹലോ ഹലോ സാർ, പറഞ്ഞോ. ഒരു എണ്ണം കൂടി ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചോളൂ. ഇപ്പൊ മോള് ചോദിച്ചതാണ്, ഒരാൾക്ക് എങ്ങനെയാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കാന്നുള്ളൊരു ചോദ്യം മോള് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മോളെ ചോദ്യമാണ്. ചന്ദൻ സാറ്. അതിന്റെ കാര്യങ്ങളാണ് സാർ അവിടെ പറഞ്ഞത്. നമ്മളിവിടെ ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു, ഞാൻ ഒന്നുകൂടി പറയാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആ ഒരു പ്രശ്നത്തിലാണോ ഫോക്കസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ ആണോ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതൊന്നും വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്കത് അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അതുപോലെ തന്നെ ഒരു കഴിഞ്ഞ കാര്യങ്ങളിൽ മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചിന്താഗതി ആണെങ്കിൽ, അതല്ലെങ്കിൽ ഇനി ഭാവിയിലേക്ക് ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു തിങ്കിങ്ങിലേക്ക് അവരുടെ ഒരു പാറ്റേൺ വരുന്നില്ല എങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള മനോഭാവമാണ് എന്നുള്ളത് പറയേണ്ടി വരും. അതുപോലെ തന്നെ വിജയത്തിലും പരാജയത്തിലും ഇപ്പോൾ നമ്മൾ പരാജയപ്പെടുന്നത് മറ്റുള്ളവർ വിജയിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളൊരു വിലയിരുത്തല്, അത് ഏറ്റവും മോശമായിട്ടുള്ളൊരു ബിഹേവിയറിൽ അതല്ലെങ്കിൽ ഒരു മനോഭാവത്തിൽ പെടുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഭാവിയിലേക്കാണ് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിലാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കഴിഞ്ഞ കാര്യത്തെ നമ്മൾ റിഗ്രറ്റ് ചെയ്ത് അതെനിക്ക് കഴിഞ്ഞില്ലല്ലോ, അതല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യാമായിരുന്നു, അത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ ഒരു രീതിയിലേക്കൊക്കെ നമ്മളെ ചിന്താഗതി പോകുന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് മനോഭാവത്തിന്റെ ഒരു സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ അതിനെ പറയാമെന്നുള്ളതാണ് സാറേ പറയാനുള്ളത്. താങ്ക് യു സാർ. താങ്ക് യു ചന്ദ്രൻ സാർ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, ഗ്രേറ്റ്. എന്തായാലും വളരെ സന്തോഷം. ഒരു മിനിറ്റ്. പറഞ്ഞോ. സാറിന് ഞാൻ പിന്നെ ഇടക്ക് റേഞ്ച് കട്ടായിരുന്നു. സാറ് പറഞ്ഞില്ലേ മറ്റേ നമ്മുടെ ഇതിന്റെ തെറാപ്പിയുടെ ഒന്നും ആവശ്യമില്ല ആറ്റിറ്റ്യൂഡ് തീർക്കാന്ന് പറഞ്ഞില്ലേ, അത് ഇടക്ക് വെച്ച് കട്ടായിപ്പോ ഒന്ന് പറയാമോ? റിപ്പീറ്റ് ചെയ്തൊന്ന് പറയാമോ? CBT അങ്ങനത്തെ തെറാപ്പികളുടെ ഒന്നും ആവശ്യമില്ല, നല്ല ആറ്റിറ്റ്യൂഡ്. അതായത് അതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ചില സമയത്ത് നമുക്കതൊരു കോച്ചിന്റെയോ അതല്ലെങ്കിൽ മെന്ററുടെയോ പിന്നെ കീഴിലായിട്ട് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഒരു കൗൺസിലർ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കൗൺസിലർ അടുത്ത് പോയെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോ അത് ഇന്റൻസിറ്റി അനുസരിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിലും അദ്ദേഹത്തിന് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ട് എന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് ഏത് തെറാപ്പിയാണ് കൊടുക്കുക, അദ്ദേഹത്തിന് ഏത് രീതിയിലുള്ള അപ്രോച്ചാണ് നമുക്ക് എടുക്കേണ്ടി വരിക എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ സമയത്താണല്ലോ. അതല്ല സാറേ പറഞ്ഞത് കൗൺസിലിങ്ങിനൊന്നും പോകേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റൂന്ന് പറഞ്ഞില്ലേ? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അതെന്താന്ന് ഞാൻ കേട്ടില്ല, അതാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നേരത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മെന്റർ എന്ന് പറയുന്നതും കോച്ച് എന്ന് പറയുന്നതും കൗൺസിലിംഗ് എന്ന് പറയുന്നതൊക്കെ വ്യത്യസ്ത തലങ്ങളാണ്. അപ്പൊ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു കോച്ചിനെ കൊണ്ട് നമുക്ക് ശരിയാകാൻ പറ്റും, ഒരു കോച്ച് മതിയാകും, അതല്ലെങ്കിൽ ഒരു ട്രെയിനറോ ഒരു മെന്ററോ ഒക്കെ മതിയാകും.
അപ്പൊ അദ്ദേഹത്തെ നമ്മൾ ഇരുത്തി അദ്ദേഹത്തിനുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസും അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ, ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ കൂടെ നിൽക്കുന്ന ഒരാളെയാണ് കോച്ച് എന്ന് പറയാം. അപ്പൊ ഈ കോച്ച് മതിയാകും ചിലപ്പോ ശരിക്ക് അദ്ദേഹത്തെ സ്വയം മനസ്സിലാക്കാനും അദ്ദേഹത്തിന്റെ ഗോളിലേക്ക്. എനിക്ക് ചില ആളുകൾക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമായിരിക്കും. അദ്ദേഹത്തിന്റെ മനോഭാവം ശരിയില്ല. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിന്റെ ഗോളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെയാണ് ആ ഒരു കോച്ച് അദ്ദേഹത്തെ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആസ് എ പാർട്ട്ണർ അദ്ദേഹം എന്ത് ചെയ്യും, ആ കൂടെ നിന്നുകൊണ്ട് അദ്ദേഹത്തെ സ്വയം തിരിച്ചറിയാനും അദ്ദേഹത്തെ ഗോളിലേക്ക് എത്തിച്ചേരാനും സഹായിക്കും. മനസ്സിലായില്ലേ? അപ്പോ ചിലപ്പോൾ അദ്ദേഹത്തിന് കോച്ചാണ് ആവശ്യമെങ്കിൽ അദ്ദേഹത്തിന് കോച്ചിങ്ങിലേക്ക് പോകാം. അതല്ല, ഇനി അദ്ദേഹത്തിന് കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൗൺസിലിംഗിലേക്ക് പോവുകയും അവിടെ തെറാപ്പികൾ എടുക്കുകയൊക്കെ ചെയ്യാം. മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സന്തോഷം. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് എന്നുള്ള ഈ ഒരു വിംബിൾ അക്കാദമിയുടെ ഈ ഒരു ട്രെയിനേഴ്സ് ടോക്ക് നമ്മളിവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി തിങ്കളാഴ്ച ഒരു സെഷൻ 7 മണിക്ക് ഉണ്ടാകും. ലാംഗ്വേജ് ഓഫ് ഹാർട്ട് എന്നുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ട് ഡോക്ടർ യൂനിസ് കുരിക്കലായിരിക്കും ക്ലാസ് നയിക്കുന്നത് 7 മണിക്ക് തിങ്കളാഴ്ച. അപ്പൊ എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു, സ്നേഹങ്ങൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്ത നമ്മുടെ വിംബിൾ അക്കാദമിയുടെ ട്രെയിനേഴ്സ് ക്ലബ് മെമ്പറും അതേപോലെ തന്നെ ട്രെയിനറും ആയിട്ടുള്ള ചന്ദ്രൻ സാർ വടക്കാഞ്ചേരി സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്തതിലുള്ള സന്തോഷം. അതേപോലെ തന്നെ ഇനിയും സെഷനുകളൊക്കെ ഉണ്ടാകും. അതിലൊക്കെ എല്ലാവരും സജീവമായി പങ്കാളികളാവുക. എല്ലാവരും കൂടുതൽ നോളജുകൾ അക്വയർ ചെയ്യുകയും അതേപോലെ തന്നെ നമ്മുടെ സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരിക്കുക. നല്ല മനുഷ്യന്മാരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.